സ്റ്റെഫിൻ അയച്ചുകൊടുത്ത വോയിസ് ക്ലിപ്പിന്റെ അവസാന ഭാഗം കേൾക്കെ റയാന് തല പരുക്കും പോലെ തോന്നി. അവൻ കണ്ണുകൾ മുറുകെ പൂട്ടി ചെയറിലേക്ക് ചാരിക്കിടന്നു. വൈകുന്നേരം ആമി വിളക്ക് കൊളുത്തിയിട്ട് ഉമ്മറത്തിരിക്കുമ്പോഴായിരുന്നു മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. വിഷുവായിട്ട് വിരുന്നുകാരുണ്ടെന്ന് കോളേജിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞതോർത്തുകൊണ്ട് അവർക്ക് മുഖം കൊടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് വലിഞ്ഞു. അവര് വന്നോ മോളെ? ആവോ, എനിക്കറിയില്ല. അമ്മ ചെന്ന് നോക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയതും പിറുപിറുത്തുകൊണ്ട് പൂർണിമ വേഗം ഉമ്മറത്തേക്ക് നടന്നു. അപ്പോഴേക്കും വന്നവർ പൂമുഖത്തേക്ക് കയറിയിരുന്നു. വിനോദും ഭാര്യ ശ്രീദേവിയും അവരുടെ മകൻ വികാസുമായിരുന്നു വന്നത്. ആ, എത്തിയോ? വാ ശ്രീദേവി. ആഗതരെ കണ്ടതും ഓടിച്ചെന്ന് ശ്രീദേവിയുടെ കൈ കവർന്നുകൊണ്ട് പൂർണിമ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ആ പൂർണിമേ, ദാ ഈ ആളെ കണ്ട് വല്ല ഓർമ്മയുണ്ടോ എന്ന് നോക്കിയേ. അരികിൽ നിന്ന സുമുഖനായ ചെറുപ്പക്കാരനെ ചൂണ്ടി വിനോദ് ചോദിച്ചതും പൂർണിമയുടെ നോട്ടവും അവനിലേക്കായി. അവനാണെങ്കിൽ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് മുടിയും താടിയുമൊക്കെ ഒതുക്കി വെച്ച് സൗമ്യഭാവത്തിൽ നിൽക്കുന്ന അവനെ കണ്ട നിമിഷത്തിൽ തന്നെ ആമിയെ അവനോട് ചേർത്ത് വെക്കാനുള്ള നന്ദന്റെ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ലെന്ന് അവർക്കും തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ അവരും അവനെ നോക്കി നിറഞ്ഞു പുഞ്ചിരിച്ചു. ഒത്തിരി കുഞ്ഞിലേ കണ്ടതല്ലേ വിനോദേട്ടാ? അതെ, കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ വിവാഹത്തിന് അന്നിവന് 5 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. വിനോദ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ബാഗ് എടുത്ത് സോപാനത്തിലേക്ക് വെച്ചു. എല്ലാരും കയറി വാ, ഞാൻ ചായ എടുക്കാം. നന്ദേട്ടനിപ്പോ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയതാ, ഇപ്പൊ വരും. ഇപ്പൊ ചായയൊന്നും വേണ്ട പൂർണ്ണി, ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ. എല്ലാരും ആകെ കുഴഞ്ഞു. ആദ്യം ഒന്ന് കുളിക്കണം, എന്നാലേ തല നേരെ നിൽക്കൂ. ശ്രീദേവി തന്റെ തലമുടിയിൽ നിന്ന് ക്ലിപ്പെടുത്തു അതെല്ലാം കൂടി വാരി ഉരുട്ടി കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ ചെന്ന് കുളിച്ചിട്ടൊക്കെ വാ, അപ്പോഴേക്കും നന്ദേട്ടനും വരും. ഒരുമിച്ച് ആഹാരം കഴിക്കാം. അകത്തളത്തിന്റെ വലതുവശത്തായിട്ടുള്ള 2 മുറിയാ. പൂർണിമ മുറി കാണിച്ചു കൊടുത്തതും വിനോദും ശ്രീദേവിയും കൂടി ബാഗും എടുത്ത് ഫ്രഷ് ആകാനായി അകത്തേക്ക് പോയി. വികാസ് പക്ഷേ ആ വീടിനകമൊക്കെ നോക്കി കാണുകയായിരുന്നു. പൂമുഖത്ത് നിന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിംഗ് റൂമും അത് കടന്നു വരുമ്പോൾ വിശാലമായ നടുമുറ്റവും അതിനു ചുറ്റുമായി അറേഞ്ച് ചെയ്ത് മട്ടിലുള്ള മുറികളുമുള്ള ആ വീടിന്റെ പ്രത്യേകതകളായിരുന്നു അതവനെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു. മോനും ചെന്ന് ഫ്രഷായിട്ട് വാ, യാത്ര ചെയ്തു വന്നതല്ലേ. പൂർണിമയുടെ ശബ്ദം പിന്നിൽ കേട്ടപ്പോൾ മാത്രമായിരുന്നു അവരും തനിക്കൊപ്പം അവിടെ നിൽക്കുമായിരുന്നുവെന്നത് അവന് മനസ്സിലായത്. അതോടെ അവർക്കൊരു പുഞ്ചിരി നൽകിയിട്ട് അവനും തന്റെ മുറിയിലേക്ക് നടന്നു. അവൻ മുറിയിൽ കയറി ഡോറടച്ചതും പൂർണിമ വേഗം ആമയുടെ മുറിയിലേക്ക് ചെന്നു. വീട്ടിൽ ആരേലും വരുമ്പോൾ ഇങ്ങനെ മുറിയടച്ചിരിക്കുവാണോ ആദി വേണ്ടത്? ഡോർ തുറന്നകത്തേക്ക് ചെല്ലുമ്പോൾ ഫോണിൽ എന്തോ നോക്കി ബെഡിലിരിക്കുകയായിരുന്ന ആമിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടായിരുന്നു പൂർണിമയുടെ ചോദ്യം. പിന്നെ ഞാനെന്തോ വേണം? നീയൊന്നും വേണ്ട, പക്ഷേ വീട്ടിൽ ആരേലും വന്നാൽ അവരോട് വന്ന് സംസാരിക്കുന്നതാ മര്യാദ. ഓ, എനിക്കിത്തിരി മര്യാദ കുറവാ. അമ്മ പോയി വിരുന്നുകാരെ സൽക്കരിക്കാൻ നോക്കൂ. ആ, ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ വിരുന്നുകാരാണേലും വീട്ടുകാരാകുന്ന കാര്യം ഉറപ്പിക്കുന്നതിനാ അവരുടെ ഈ വരവ്. അതോർത്താ നിനക്ക് കൊള്ളാം. പിറുപിറുത്തുകൊണ്ട് പൂർണിമ പുറത്തേക്ക് പോയതും അവരുടെ ആ വാക്കുകൾ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു ആമി. ഈശ്വരാ, ഒരു തകർച്ചയിൽ നിന്ന് കരകയറിയിട്ടേയുള്ളൂ ഞാൻ. അതിനു പുറകെ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു? നിസ്സഹായതയോടെ കണ്ണു നിറച്ചിരുന്നുകൊണ്ട് അവൾ സ്വയം ചോദിച്ചുപോയി. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു റോബിൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വന്നത്. ആ, ഇച്ചായൻ വന്നു. പുറത്ത് വണ്ടി വന്ന് തിരിഞ്ഞു പോകുന്ന ശബ്ദം കേട്ടതും സ്വയം പറഞ്ഞുകൊണ്ട് ജെസ്സി വാതിക്കലേക്ക് നടന്നു. അപ്പോഴേക്കും കയ്യിലൊരു ഫയലുമായി റോബിൻ അകത്തേക്ക് വന്നിരുന്നു. കയറി വന്നപാടെ ആരെയോ തിരയും പോലെ അവന്റെ കണ്ണുകൾ ഡൈനിങ് ടേബിളിന് ചുറ്റുമൊന്ന് പരതിയിട്ടൊടുവിൽ ആ നോട്ടം റീജോയിൽ ചെന്നു തറച്ചു. അവനെ കണ്ടതും റോബിന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പക്ഷേ അതടക്കി പിടിച്ചുകൊണ്ട് അവൻ വേഗം മുകളിലേക്ക് നടന്നു. ഇച്ചായ, വേഗം കുളിച്ചിട്ട് വരണേ, അവന്റെ പോക്ക് കണ്ട് ജെസ്സി വിളിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ട, നീ കഴിച്ചിട്ട് പോര്. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നവനെ കണ്ട് ഇതെന്തു പറ്റിയെന്ന മട്ടിൽ അമ്പരപ്പോടെ ഒരു നിമിഷം നിന്നിട്ട് ജെസ്സിയും വേഗം അവന്റെ പിന്നാലെ ചെന്നു. നന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ തന്നെയായിരുന്നു ആമിയെ നിർബന്ധിച്ച് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നതും എല്ലാവർക്കുമൊക്കെ ഭക്ഷണം കഴിക്കാനിരുത്തിയതുമല്ല. പക്ഷേ അവരോടൊക്കെ സംസാരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അപരിചിതമൊക്കെ എങ്ങോ പോയി മറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം വിവാഹാലോചനയുടെ കാര്യം മാറ്റി നിർത്തി അച്ഛന്റെ സുഹൃത്തും ഫാമിലിയും എന്ന മട്ടിൽ അവൾ അവരോട് നന്നായി തന്നെ ഇടപഴകി. അത്താഴമൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു കണിയൊരുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. എല്ലാ വർഷവും ഈ നടുമുറ്റത്ത് തന്നെയാ കണിയൊരുക്കാറ്. ഒരു വർഷം ഭയങ്കര മഴയായിരുന്നു. അന്ന് തറ നിരപ്പിൽ വെള്ളം കെട്ടി നിർത്തി അതിനകത്തായിരുന്നു ഇവള് കണി വെച്ചത്. ആമയ്ക്കും ശ്രീദേവിക്കുമൊപ്പം ഓരോന്ന് ചെയ്യുന്നതിനിടയിൽ ചിരിയോടെ പൂർണിമ പറഞ്ഞു. പെണ്ണുങ്ങൾ മൂവരും ചേർന്ന് കണിക്കുള്ളതൊക്കെ ഒരുക്കുമ്പോൾ
വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന തിരക്കിലായിരുന്നു നന്ദനും വിനോദും. വികാസ് ആണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണെന്ന മട്ടിൽ ആമിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അവൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആ ചൊടിയിൽ വിടർന്നു പോകുന്ന നണുത്ത പുഞ്ചിരി നോക്കിയിരിക്കുന്നതിനിടയിൽ അവളുടെ 1-2 ചിത്രങ്ങൾ ഫോണിലേക്ക് പകർത്തുകയും ചെയ്തിരുന്നു അവൻ. ഹൗ ഈസ് മൈ ഗേൾ എന്ന ചോദ്യത്തിനൊപ്പം ആ ചിത്രങ്ങൾ ആർക്കോ അയച്ചു കൊടുത്തുകൊണ്ട് മറുവശത്ത് ബ്ലൂടൂത്ത് വീഴുന്നതും കാത്തിരിക്കുമ്പോൾ അവൻ്റെ ചൊടിയിലൊരു കുസൃതി ചിരി തത്തിക്കളിച്ചിരുന്നു. എന്നതാ അച്ചായ, വന്നതു മുതൽ ഈ ആലോചന തന്നെ ആയിരുന്നല്ലോ. ഒന്നും കഴിച്ചതുമില്ല. എന്നാ പറ്റി? ഫ്രഷായി പുറത്തേക്ക് വരുമ്പോഴും ബെഡിലിരുന്ന് ഏതോ ആലോചനയിലായിരുന്ന റോബിനെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് ജസീന്ത ചോദിച്ചു. റോബിൻ പക്ഷേ അപ്പോഴും മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുമായിരുന്നു. ഇച്ചായ. ആ എന്താ പെണ്ണേ? പേടിച്ചു പോകത്തില്ലേ ഇങ്ങനെ ചെവി കീഴിൽ വന്നിരുന്ന് കാറിയാൽ? പിന്നെ നേരം എത്രയായി ഞാൻ നിങ്ങളെ കിടന്ന് വിളിക്കുന്നു. അന്നേരം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ടിപ്പോൾ കുറ്റം മൊത്തം എനിക്കായോ? ജെസ്സി മുഖം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, നീ വിളിച്ചായിരുന്നോ? ഞാനെന്തോ ഓർത്തങ്ങിരുന്നു പോയി. അല്ല, നീ എന്നതാ ചോദിച്ചത്? ആ കൊള്ളാം, അത് തന്നെയാ ഞാനും ചോദിച്ചത്. നിങ്ങൾക്കെന്തുവാ ഇത്രയും ആലോചിക്കാൻ കിടക്കുന്നതെന്ന്. അത് ഒന്നുമില്ലടി, ഞാനൊരു കേസിൻ്റെ കാര്യങ്ങൾ ഓർത്തിരുന്നതാ. എന്നതാ അച്ചായ ഇത്? ഈ കേസും കുന്തവുമൊക്കെ വീട്ടിലോട്ടും ചുമന്നുകൊണ്ട് വരണോ? ഞാനും ജോലി ചെയ്യുന്നതല്ലയോ? എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ വല്ലതും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ? പക്ഷേ ഇച്ചായൻ എങ്ങനെ വല്ലതുമാണോ? ആകെ രാത്രി മാത്രമാണ് ഇച്ചായന് എനിക്കൊന്ന് കിട്ടുന്നേ. ആ നേരത്തും ഇങ്ങനെ മോന്തെ വീർപ്പിച്ചിരുന്നാൽ പിന്നെ എനിക്കെന്താ ഒരു സന്തോഷം? മുഖം വീർപ്പിച്ചിരുന്ന് പരിഭവത്തോടെ പറയുന്നവളെ കാണെ റോബിന് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയിരുന്നു. പക്ഷേ അതവളോടൊന്ന് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്തവണ്ണം അസ്വസ്ഥമാണല്ലോ തൻ്റെ മനസ്സെന്നോർക്കെ റോബിന് ആരോടൊക്കെയോ വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയിരുന്നു. ആ, ഇനി അതിൻ്റെ പേരിൽ മോന്ത വീർപ്പിക്കല്ലേ എൻ്റെ പൊന്നു പെണ്ണേ. റോബിൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചതും ജെസ്സി നനുത്ത പുഞ്ചിരിയോടെ അവൻ്റെ മാറോടൊട്ടി. സോറി മോളെ, അത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ പുറകെയായിരുന്നു ഞാൻ. അതാ ഞാൻ. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് റോബിൻ പതിയെ പറഞ്ഞതും ജെസ്സി കണ്ണുകളുയർത്തി അവനെയൊന്ന് നോക്കി. അതൊക്കെ വിടിച്ചായ, ഇപ്പം നമുക്ക് കിടക്കാം. അവൻ്റെ നെഞ്ചിലെ സമൃദ്ധമായ രോമക്കാടുകൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറയുമ്പോൾ ജെസ്സിയുടെ മിഴികളിലെ ഭാവം മറ്റെന്തൊക്കെയോ ആയിരുന്നു. അത് റോബിന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തെങ്കിലും അവളിലേക്ക് അരിയാൻ പോലും കഴിയാത്ത വിധം തീവ്രമായിരുന്നു അവൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ. ജെസ്സി മോളെ, നീ കിടന്നോ, ഞാനിപ്പോൾ വരാം. ഇനി എവിടെ പോവുക അച്ചായൻ? വേറൊന്നുമല്ല, എനിക്ക് റയാനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത്യാവശ്യമാ. രാവിലെ സംസാരിക്കാമെന്ന് വെച്ചാൽ രണ്ടാൾക്കും നേരം കാണൂല. ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. റോബിൻ പറഞ്ഞത് കേട്ടതും അതുവരെ അവനോട് ഒട്ടിക്കിടക്കുകയായിരുന്ന ജെസ്സി വേഗം അവനിൽ നിന്നും അകന്നു മാറി. പിന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ ബെഡിലേക്ക് കയറി അവന് പുറംതിരിഞ്ഞു കിടന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അവൾക്ക് ദേഷ്യമായെന്ന് മനസ്സിലായെങ്കിലും റോബിൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. നിന്നെ മനസ്സിലാവാഞ്ഞിട്ടല്ല ജെസ്സി, പക്ഷേ എനിക്കിപ്പോൾ റയാനോട് സംസാരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. മനസ്സുകൊണ്ട് അവളോടൊരു ക്ഷമാപണം പോലെ പറഞ്ഞിട്ട് റോബിൻ പതിയെ മുറിയിലേക്ക് ലൈറ്റ് അണച്ചിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ബാൽക്കണിയിലെ മീൻ ബാഗിൽ ഇരിക്കുകയായിരുന്നു റയാൻ. അവൻ്റെ മുന്നിലെ ടീപ്പോയിൽ വെച്ച ഗ്ലാസ്സിലെ മധ്യത്തിൽ കിടന്നിരുന്ന ഐസ് ക്യൂബുകൾ അലിഞ്ഞു തീരാറായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പുറത്തെ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു അവൻ. അപ്പോഴും അവൻ്റെ മനസ്സിനെ ആകെ ഉലച്ചിരുന്നത് സ്റ്റെഫിൻ അയച്ചു കൊടുത്ത വോയിസ് റെക്കോർഡറിലൂടെ കേട്ട ആമയുടെ വാക്കുകളായിരുന്നു. അരികിൽ ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് റയാൻ മുഖം തിരിച്ചവിടേക്ക് നോക്കിയത്. ഈച്ച്. അരികിലിരിക്കുന്ന റോബിനെ കണ്ടതും റയാൻ എന്തോ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത നിമിഷത്തെ അവൻ്റെ പ്രവൃത്തി കണ്ട് ചോദിക്കാൻ വന്നത് വിഴുങ്ങി അവനെ നോക്കിയിരുന്നതേയുള്ളൂ റയാൻ. എന്നതാ ഇച്ചായ? താൻ മിക്സ് ചെയ്ത് വെച്ച മദ്യം ഒറ്റയടിക്ക് അകത്താക്കിയിട്ട് എതിരെയുള്ള കസേരയിലേക്ക് വീണു പോകും പോലെ ഇരുന്ന റോബിനോടത് ചോദിക്കുമ്പോൾ റയാനിൽ അമ്പരപ്പ് നിറഞ്ഞിരുന്നു. എടാ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. എന്നാ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയാൻ വയ്യ. എന്താ ഇച്ചായ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് മാത്രം ഇപ്പോൾ എന്തുവാ ഉണ്ടായത്? ഇന്ന് സ്റ്റേഷനിലൊരു കംപ്ലൈൻറ്റ് കിട്ടി. റീജോയും ആത്മീയയും ഒക്കെ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടിയാ ആ കംപ്ലൈൻറ്റ് തന്നത്. റോബിൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോഴും കേവലം ഒരു കേസിൻ്റെ പേരിൽ അവൻ ഇത്രയൊക്കെ അസ്വസ്ഥനാകുന്നത് എന്തിനാണെന്ന ചിന്തയായിരുന്നു റയാനിൽ നിറഞ്ഞിരുന്നത്. ഇച്ചായ, ഞാൻ പറയട്ടെടാ, ക്യാമ്പസിൽ വൻതോതിൽ കഞ്ചാവ് ബിസിനസ് നടക്കുന്നുണ്ടെന്നും ക്ലാസ് ടൈമിൽ പോലും പിള്ളേരിതൊക്കെ ഉപയോഗിച്ചിട്ടാ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന ഇൻഫർമേഷനൊപ്പം അതിൻ്റെ സോഴ്സും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി പരാതി തന്നേക്കുന്നത്. അതിലെടുത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ റീജോയുടെ പേരാടാ. അവനാ ക്യാമ്പസിൽ കഞ്ചാവ് എത്തിക്കുന്നതും കുട്ടികളിലേക്ക് അത് സപ്ലൈ ചെയ്യുന്നതും. റോബിൻ പറഞ്ഞതൊക്കെ കേട്ടിരിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു റയാന്. കാരണം ആ വാർത്ത അവനെയും അത്രമേൽ തകർത്ത് കളഞ്ഞിരുന്നു.
റീജോ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിൽ പോലും തിരുത്താൻ കഴിയാത്ത വിധം അവൻ തെറ്റുകളിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവിൽ ആ സഹോദരങ്ങളിരുവരും വിറങ്ങലിച്ചു നിന്നുപോയിരുന്നു. ഇച്ചായ, നമ്മൾ ഇനി എന്നാ ചെയ്യും? എനിക്കറിയത്തില്ലടാ. തെളിവ് സഹിതമാ കംപ്ലൈന്റ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തീവ്രമാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിടി വീണാൽ നമുക്ക് ആർക്കും തടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. റോബിൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും റീജോയുടെ ഈ പോക്കെങ്ങോട്ടാണെന്ന അന്താളിപ്പിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു റയാൻ. അതിരാവിലെ കണി കാണലൊക്കെ കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുകയായിരുന്നു നന്ദനും വിനോദും വികാസും. ആ നേരത്തായിരുന്നു ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി പെണ്ണുങ്ങൾ മൂന്നും കൂടി പുറത്തേക്ക് വന്നത്. അമ്മമാർ രണ്ടും സെറ്റും മുണ്ടും ആമി കറുപ്പും സിൽവറും ചേർന്ന ബോർഡർ വെച്ച സെറ്റ് സാരിയുമായിരുന്നു ധരിച്ചിരുന്നത്. മുടി നെറ്റിയിൽ നിന്ന് അല്പമെടുത്ത് ബാഗിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ച് കറുത്ത് വലുപ്പത്തിലുള്ള ജിമിക്കയും നെക്ലേസും കുപ്പിവളകളുമൊക്കെ അണിഞ്ഞ അവളുടെ സൗന്ദര്യം ആ വേഷത്തിൽ ഒന്നുകൂടി ജ്വലിക്കുന്നതാണെന്ന് തോന്നിപ്പോയിരുന്നു വികാസ്. ആമിയെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ സ്വയം അറിയാതെ പറഞ്ഞുപോയി. അത്രമേൽ ജ്വലിച്ചു നിൽക്കുന്ന അവളിലൂടെ കണ്ണുകൾ ഇഴഞ്ഞു നടക്കുമ്പോഴായിരുന്നു നെക്ലേസിനൊപ്പം അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന താലിമാല അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവളുടെ മാറ്റ് കുറയ്ക്കാൻ വേണ്ടി അവളിലതുള്ളത് ആ ഒരു വസ്തു മാത്രമാണെന്ന് തോന്നിപ്പോയിരുന്നു വികാസിനപ്പോൾ. അതവൻ്റെ കണ്ണുകളുടെ തിളക്കമൊന്ന് മങ്ങാനും കാരണമായിരുന്നു. ഞങ്ങളെന്നാ വേഗം അമ്പലത്തിൽ പോയിട്ട് വരാം. പൂർണിമ പറയുന്നത് കേട്ടതും അതുവരെ ആ പെണ്ണിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുകയായിരുന്ന വികാസ് ഞെട്ടി അവരെ നോക്കി. അപ്പോഴേക്കും അവർ മൂവരും മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. മുറ്റത്തെ ഒതുക്കിനരികിൽ നിന്ന് ചെരുപ്പിട്ടുകൊണ്ട് നിന്ന ആമയുടെ ചിത്രം ക്യാമറയിൽ ഒപ്പിയെടുത്തതും ആരുമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നുറപ്പിക്കാനെന്ന പോലെ വികാസ് ചുറ്റുപാടുമൊന്ന് നോക്കി. എല്ലാവരും അവരവരുടെ ലോകത്താണെന്ന് മനസ്സിലായതും നെറ്റിത്തടത്തിൽ പൊടിഞ്ഞ വിയർപ്പിനെ അമർത്തി തുടച്ച് കൊണ്ട് റയാൻ വാട്സപ്പിലെ ആരുടെയോ ഇൻബോക്സ് ഓപ്പൺ ചെയ്തു. എന്താടോ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ പോലുള്ള മര്യാദയില്ലേ? ടെൽ മീ, ഹൗ ഈസ് മൈ ഗേൾ? അവള് നല്ല ക്യൂട്ടല്ലേ? ആ മെസ്സേജിനൊപ്പം ആമയുടെ പുതിയ ചിത്രം കൂടി ചേർത്ത് സെൻഡ് ചെയ്തിട്ട് വികാസ് പിന്നിലെ തൂണിലേക്ക് ചാരിയിരുന്ന് ഊറിച്ചിരിച്ചു.